വെസ്റ്റേൺ വയലിൻ ലെസൺ 45ലേക്ക് സ്വാഗതം. ഞാൻ അജയകുമാർ ജി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയതായി വയലിൻ പഠിക്കുന്നവർക്ക് അഭ്യസിക്കത്തക്ക രീതിയിലുള്ള കുറച്ച് എക്സസൈസുകളാണ്. അതുകൂടാതെ ആ എക്സസൈസുകളിൽ അതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ വയലിനിൽ ഉപയോഗിക്കുന്ന സിംബൽസ് വിത്ത് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ലെസണിലേക്ക് പോകെ നിങ്ങളോട് പറയാം. അപ്പോൾ നമുക്ക് ലെസണിലേക്ക് പോകാം. ഈ എക്സസൈസിൽ ഒന്നാമത് കൊടുത്തേക്കുന്നത് ട്യൂണിംഗ് ട്രാക്കാണ്. അത് പഠിപ്പിക്കുന്ന ടീച്ചർ ചെയ്തു തരണമെന്നാണ്. അതിൻ്റെ മേളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് തിയറി എന്ന് എഴുതിയിട്ടുണ്ട്. കുറച്ച് തിയറി അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ബീറ്റ്, ദ പൾസ് ഓഫ് മ്യൂസിക്, ക്വാർട്ടർ നോട്ട്, അതായത് ക്രോഷറ്റ് നോട്ടെന്നും അതിനെ പറയും. കറുത്ത തലയും സ്റ്റെമ്മും, പിന്നെ ക്വാർട്ടർ റെസ്റ്റ്, ഈ കടൽക്കുതിരയുടെ കൂട്ട് വരച്ചേക്കുന്ന ഒരു ബീറ്റ് റെസ്റ്റാണ് അത്. പിന്നെ മ്യൂസിക് സ്റ്റഫ്, അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 5 ലൈനും അതിനുള്ളിലെ 4 സ്പേസും കൂടി ചേർന്നതാണ് മ്യൂസിക് സ്റ്റഫ്. പിന്നെ ബാർ ലൈൻ, അതായത് 3 ബീറ്റാണോ 4 ബീറ്റാണോ എന്ന് തിരിച്ചിട്ടുള്ള ഒരു വെർട്ടിക്കൽ ലൈനുണ്ട്. അത് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതിനെയാണ് ബാർ എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് എഴുതിയിരിക്കുന്ന മെഷർ, നിങ്ങൾ കണ്ടു കാണും. മെഷർ അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് മെഷർ എന്താണ് എന്നുള്ളത്. അപ്പം അതൊന്ന് വായിച്ച് നോക്കിക്കോണം നിങ്ങൾ. അപ്പോൾ രണ്ടാമത്തെ എക്സസൈസ് പോലെയാണ് ഇവിടെ വായിക്കേണ്ടത്. എല്ലാം ക്രോഷറ്റ് ബീറ്റ് നോട്ടാണ് എന്ന് പറഞ്ഞാൽ 1 ബീറ്റാണ്. റെസ്റ്റും 1 ബീറ്റാണ്. അതുകൊണ്ടാണ് ഇത് കറുത്ത ഹെഡും കറുത്ത സ്റ്റെമ്മുമായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പം ഒന്നാമത്തെ എക്സസൈസിനകത്ത് ഡി എന്ന് പറയുന്ന ഓപ്പൺ നോട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വയലിൻ ഓപ്പണായിട്ട് വായിച്ചാൽ കിട്ടുന്നത് ജി, ഡി, എ, ഇ, ഈ നോട്ടുകളാണ് ഓപ്പണായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ലെറ്റ്സ് പ്ലേ ഓപ്പൺ ഡി, അതാണ്. അപ്പോൾ അതെങ്ങനെയാണ് വായിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന് കൗണ്ട് ഉണ്ടല്ലോ. അപ്പം 1 and 2 and 3 and 4 എന്നാണ് ഇത് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ 1 2 3 4 എന്നേ കൗണ്ട് ചെയ്യൂ. ഞാൻ ഒന്നാമത്തെ അല്ല, രണ്ടാമതായിട്ട് എഴുതിയിരിക്കുന്ന ഡി സ്ട്രിങ്ങിലെ എക്സസൈസ് ഒന്ന് വായിക്കാം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. നമ്മൾ 1 2 3 4 വരെ ബീറ്റുകൾ നമ്മൾ എണ്ണത്തുള്ളൂ, അല്ലാതെ 5 6 7 8 അങ്ങനെ എണ്ണത്തില്ല. അതുകൊണ്ടാണ് 4. അല്ലെങ്കിൽ 3 ബീറ്റേ ഉള്ളെങ്കിൽ 1 2 3 എന്നെണ്ണും. അപ്പോൾ ഒന്നുകൂടെ നമുക്കതൊന്ന് വായിക്കാം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. 4ന് റെസ്റ്റാണ്, അതുകൊണ്ട് അത് വായിക്കത്തില്ല.
അപ്പം നമുക്ക് ഇനി തേർഡ് എക്സസൈസ് ഒന്ന് വായിക്കാം. ഓപ്പൺ സ്ട്രിങ് എ. റെസ്റ്റ് റെസ്റ്റ് റെസ്റ്റ്. അപ്പോൾ ഒന്നുകൂടെ അത് വായിക്കാം നമുക്ക്. 1 2 3. വയലിൻ വായിക്കുമ്പോൾ ഇതിപ്പം ആദ്യം ഉള്ള എക്സസൈസ് ആയതുകൊണ്ടാണ് ഞാൻ കൗണ്ട് ലൗഡായിട്ട് എണ്ണിയത്, നോട്ട്സിൻ്റെ പേര് പറഞ്ഞത്. ഇനി അങ്ങോട്ടത് പറയത്തില്ല, നമ്മളത് പറയാൻ പാടില്ല, അങ്ങനെ ചെയ്യാനൊക്കത്തില്ലല്ലോ. അപ്പോൾ ഫോർത്ത് എക്സസൈസിലേക്ക് നമുക്കൊന്ന് പോകാം. ഫോർത്ത് എക്സസൈസ് എന്ന് പറഞ്ഞാൽ എയും ഡിയും റെസ്റ്റും കൂടി കമ്പൈൻഡായിട്ടുള്ള നോട്ടുകളാണ്. അപ്പോൾ അത് വായിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി ഞാൻ കൗണ്ട് ചെയ്യത്തില്ല. ഒന്നുകൂടി. ഇനി നമുക്ക് ഫിഫ്ത്ത് എക്സസൈസ്. അതും എയും ഡിയും റെസ്റ്റും കൂടെ ചേർന്നുള്ള ഒരു എക്സസൈസാണ്. ഒന്നുകൂടി വായിക്കാം. റെസ്റ്റ് റെസ്റ്റ്. റെസ്റ്റ്. ഇങ്ങനെ നിർത്തണം. ഇനി നമുക്ക് അടുത്ത എക്സസൈസായിട്ടുള്ള 6ലേക്ക് പോകാം. അതായത് ജമ്പിങ് ജാക്സ് എന്നാണ് ആ എക്സസൈസിൻ്റെ പേര്. അപ്പോൾ ട്രിപ്പിൾ ക്ലഫ്, നമ്മൾ മ്യൂസിക്കിനകത്ത് ബാസ് ക്ലഫ് ഉണ്ട്, ട്രിപ്പിൾ ക്ലഫ് ഉണ്ട്, ഓൾട്ടോ ക്ലഫ് ഉണ്ട്, അങ്ങനെ അനവധി ക്ലഫുകളുണ്ട്. പക്ഷേ വയലിൻ്റെ നോട്ട്സ് ട്രിപ്പിൾ ക്ലഫിനാണ് എഴുതുന്നത്. അതാണ് അവിടെ ട്രിപ്പിൾ ക്ലഫിൻ്റെ ചിഹ്നം കൊടുത്തേക്കുന്നത്. പിന്നെ ടൈം സിഗ്നേച്ചർ. ഏത് ടൈം സിഗ്നേച്ചറാണ്? ഞാൻ മുമ്പ് പറഞ്ഞു 4 ബീറ്റ് ഒരു ബാറിലുണ്ട്. അപ്പോൾ ആ വിവരങ്ങളാണ് ഇതിൽ 4/4. എത്ര ബീറ്റ് ഉണ്ടെന്നും ഏത് ടൈപ്പ് നോട്ടാണെന്നുമാണ് അത് ഷോ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. പ്രത്യേകിച്ച് ഡബിൾ ബാർ കൊടുത്തേക്കുന്നത് മ്യൂസിക്കിൻ്റെ എൻഡിനെ ഷോ ചെയ്യുന്നതാണ്. ഒരു കട്ടിയുള്ള ലൈനും അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു തിന്നായിട്ടുള്ള ലൈനും. അപ്പം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒന്നുകൂടി വായിക്കാം. ഏഴാമത്തെ എക്സസൈസ് മിക്സ് എം അപ്പ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്കതൊന്ന് നോക്കാവുന്നത്. റെസ്റ്റ്, അവസാനം റെസ്റ്റ് ഉണ്ട്, ഡബിൾ ലൈൻ ഉണ്ട്. അതിനർത്ഥം ആ മ്യൂസിക് അവിടെ എൻഡ് ചെയ്യുന്നതാണ്. ഒരു തവണ കൂടെ ഞാൻ വായിക്കാം.
സെവൻത്തിന് താഴെ റിപ്പീറ്റ് സൈൻ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും മ്യൂസിക്കിൻ്റെ തുടക്കത്തിലോ അവസാനത്തിലോ ഇതുപോലെ 2 കുത്ത്, അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ മ്യൂസിക് തീരുന്നതിൻ്റെ സിമ്പല് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എവിടെ ആണോ ഈ ഡബിൾ ഡോട്ട് കൊടുത്തേക്കുന്നത് അവിടുന്ന് മ്യൂസിക് എൻഡ് ആകുന്ന സിഗ്നൽ വരെയുള്ള റിപ്പീറ്റ് ചെയ്ത് വായിക്കണമെന്നാണ്. അപ്പോൾ ഈ 8th എക്സസൈസ് എന്ന് പറയുന്നത് റിപ്പീറ്റ് സൈൻ ഉണ്ട് അവസാനം, നിങ്ങൾ കണ്ടു കാണും. 2 ഡോട്ട്, അത് കഴിഞ്ഞ് എൻ്റെ ആദ്യം ഡോട്ടൊന്നും ഇല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മ്യൂസിക് തുടങ്ങുന്നത് അവിടുന്ന് തൊട്ട് എവിടെ ഈ സൈൻ കാണുന്നോ അവിടെ നിർത്തിയിട്ട് വീണ്ടും ഒന്നിലേക്ക് തുടക്കത്തിലേക്ക് പോകണം. അപ്പം അതിൻ്റെ കൗണ്ടും താഴെ അവർ എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് നോക്കാവുന്നത് 4/4 ആണ് ഇതിൻ്റെ ടൈമിങ് കൊടുത്തേക്കുന്നത്. അപ്പം നമുക്കൊന്ന് നോക്കാവും. അവിടെ തീർന്ന എക്സസൈസ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. എസെൻഷ്യൽ എലമെൻറ്റ്സ് ക്വിസ്. അതിൻ്റെ താഴെ ഒരുപാട് നോട്ടുകൾ ഡോട്ടെന്ന് ഹൈഫൻ ഇട്ടിട്ടുണ്ട്. അതിനർത്ഥം നിങ്ങൾ ആ നോട്ട് ഏതാണെന്ന് നിങ്ങൾ അവിടെ എഴുതണമെന്നുള്ളതാണ്. അപ്പം അതുകൂടി ഞാനൊന്ന് വായിക്കാം. 9ാമത്തെ എക്സസൈസ്. ഞാൻ ആ നിർത്തുന്ന ഭാഗം വായിക്കാതെ വിടുന്നതല്ല, റെസ്റ്റ് നമ്മൾ വായിക്കത്തില്ല. അപ്പോൾ വളരെ പതുക്കത്തനാണ് ഇത് ഞാൻ കാണിച്ചിട്ടുള്ളത്. നിങ്ങളത് മെട്രോണോം സ്പീഡ് എന്ന് പറഞ്ഞാൽ ടക്ക് ടക്ക് എന്നടിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അത് പ്ലേ സ്റ്റോറിലുണ്ട്. അതെടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ സ്പീഡ് 60 മിനിമം സെറ്റ് ചെയ്യണം. 65 ആക്കണം, പിന്നെ 70 ആക്കണം, പിന്നെ 80 ആക്കണം, 85 ആക്കണം. അങ്ങനെ വായിച്ച് നിങ്ങൾ ഈ എക്സസൈസ് പഠിക്കണം. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് വരും എപ്പിസോഡുകളിൽ നമുക്ക് കാണാം. അതുവരെ ഇത് നന്നായി പഠിക്കുക, വായിക്കുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.